സൂര്യനെല്ലിയിൽ ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നേ. ഒരു മോഡറേറ്റ് ക്ലൈമറ്റായ ട്രിവാൻഡ്രത്ത് നിന്ന് പെട്ടെന്ന് ഒരു ക്ലൈമറ്റ് ചേഞ്ചിലോട്ട് വന്നപ്പം ആദ്യം ഇച്ചിരി അൺബെയറബിളായിട്ട് തോന്നി. പക്ഷേ എങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ആ തണുപ്പ്. അങ്ങനെ ഫുള്ളി കവേർഡൊക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ ഇരുന്നത്. ഒരു നൈറ്റ് 7-7:30 ആയപ്പം അവരൊരു ചെറിയ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തന്നെ റിസോർട്ടിലുള്ളവർ. പിന്നെ സ്പീക്കേഴ്സും കൂടെ ഞങ്ങൾ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാനൊന്ന് പുറത്തുനിന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതായിരുന്നു സെറ്റപ്പ്. പാട്ടും ക്യാമ്പ് ഫയറും എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു വൈബായി കേട്ടോ അറ്റ്മോസ്ഫിയറിന്. അങ്ങനെ ഞാനും താഴെ ചെന്ന് അവരുടെ കൂടെ കൂടി ഈ ക്യാമ്പ് ഫയറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലിരുന്നിട്ട് അവർ രണ്ടുപേരും മാറി മാറി കുറേ പാട്ടൊക്കെ പാടി കേട്ടോ. ഗസ്റ്റിൽ കൂടുതൽ പേരും റെസ്റ്റോറൻറ്റിലിരുന്ന് ആ സമയത്ത് ഡിന്നർ കഴിക്കായിരുന്നേ. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ പാട്ടൊക്കെ പാടിയതിന് ശേഷം പോയി സമാധാനമായിട്ട് ഡിന്നർ കഴിച്ചിട്ട് പിന്നെ പോയി കിടന്നുറങ്ങാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇത് സെക്കൻഡ് ഡേ ആണ്. അന്നും ഇതുപോലത്തുള്ള സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, പാട്ടും സ്പീക്കേഴ്സും ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട്. പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു ഹോളിഡേ മൂഡിലോട്ടങ്ങ് ആയി കഴിയുമല്ലേ. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഹോളിഡേ. അങ്ങനെ കുറേ പാട്ടൊക്കെ പാടിയതിന് ശേഷം ഞങ്ങൾ പോയി ഡിന്നർ കഴിച്ചു. ആ തണുപ്പ് അറ്റ്മോസ്ഫിയറിൽ ക്യാമ്പ് ഫയറിൽ നിന്ന് കിട്ടുന്ന ആ ചൂട് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. തണുപ്പ് കിട്ടുമ്പോൾ ചൂട് ആഗ്രഹിക്കുകയും ചൂട് കിട്ടുമ്പോൾ തണുപ്പ് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ മനസ്സ് അല്ലേ. ഇങ്ങനെയുള്ള ഹിൽ സ്റ്റേഷനിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിലും ഈ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്തിട്ട് അവിടെ കുറച്ച് മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്.